സ്വർഗത്തോളം എത്തുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ നിത്യസമർപ്പണം എന്ന ദൈവത്തിന് സ്വയം പൂർണ്ണമായി സമർപ്പിച്ചതിനെയും ആ സമർപ്പണം നിത്യമായി നിലനിൽക്കുന്നതിനെയും കുറിച്ചുള്ള ഒരു പ്രസ്താവനയാണ്. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതം മുഴുവൻ ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്പ്പെട്ട് ജീവിച്ചു. ഗബ്രിയേൽ ദൂതൻ മംഗളവാർത്ത അറിയിച്ചപ്പോൾ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് മറിയം പറഞ്ഞത് ദൈവത്തിൻ്റെ പദ്ധതികളെ തൻ്റെതായ ഇഷ്ടങ്ങൾക്ക് മുകളിൽ പ്രതിഷ്ഠിച്ചതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഇത് അവളുടെ നിത്യസമർപ്പണത്തിൻ്റെ അടിസ്ഥാനശിലയായി. സമ്പൂർണ്ണ സമർപ്പണത്തിനുള്ള സമ്മാനമാണ് സ്വർഗം. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് തൻ്റെ ജീവിതത്തെ എന്ത് ദുഃഖവും ദുരിതവും ഉണ്ടായാലും അതെല്ലാം നന്മയായി പരിണമിപ്പിക്കുന്ന ദൈവത്തിന് പരിപൂർണമായി സമർപ്പിച്ചപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച സമ്മാനമാണ് സ്വർഗരാജ്യ പ്രവേശനം. ആത്മാവോടും ശരീരത്തോടും കൂടെ പ്രവേശിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ആ സമർപ്പണത്തിൻ്റെ തീവ്രതയെയും കൂടിയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ എല്ലാം ജീവിത ലക്ഷ്യം സ്വർഗമാണ്, ദൈവത്തെങ്കിലുള്ള നമ്മുടെ ആത്യന്തിക പൂർണ്ണത. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ദൈവം അവതരിച്ചതുപോലെ മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിൽ ദൈവം വാസമുറപ്പിച്ചതാണ്. ആ ദൈവിക ശക്തിയുടെ പ്രേരണയാൽ സ്നേഹത്തിൻ്റെ, നന്മയുടെ, കാരുണ്യത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ ജീവിതം സമർപ്പിച്ചാൽ നമ്മളും സ്വർഗാരോപിതരാകും. മറിയത്തെ പോലെ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പാടിക്കൊണ്ട് നമ്മുടെ ജീവിത സമർപ്പണം നമുക്ക് അരക്കെട്ടുറപ്പിക്കാം.